എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു വലിയ മാൻഷനിൽ വെച്ച് യാ എന്ന പേരുള്ള ഒരു അപ്പാപ്പനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ആളോട് സംസാരിക്കുമ്പോഴാണ് ആളുടെ സെയിം സ്വഭാവമാണ് നമ്മുടെ സാഞ്ചിക്ക് ഉള്ളതെന്ന് ഇപ്പൊ ലൂഫിയൻ ടീം മനസ്സിലാക്കുക. ആളവിടെ ഹായ് ആയിട്ട് ആളുടെ സ്റ്റോറി പറയുമ്പോൾ ഇവിടെ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ജൈന്റ് ലേഡീസിന്റെ ഇടയിൽ അങ്ങനെ കൊഞ്ചി കുഴഞ്ഞിരിക്കുകയാണ്. ജൈന്റ് ഗേൾസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ സാഞ്ചിയുടെ ഇംപ്രസിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിൽ അങ്ങനെ വീണ് അവനുമായിട്ട് ഒരുപാട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ജിംബയാണെങ്കിൽ അതങ്ങനെ നോക്കി നിൽക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉസോപ്പ് അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് തള്ളി മറിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉസോപ്പ് ഇപ്പൊ അവരുടെയൊക്കെ കഥ കേൾക്കുക. അതായത് അവർ ജയൻസ് ആണ്, അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ പറയാനുണ്ടാവുമെന്ന് അവന് നന്നായിട്ട് അറിയാം. സോ അതവൻ ആകാംക്ഷയോട് കൂടെ കേൾക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ആ യായോട് ക്യാഷ്വലായിട്ട് ലോക്കിയെക്കുറിച്ച് സംസാരിക്കും. ഞാൻ അവന് വാക്ക് കൊടുത്താണ് അവനെ മോചിപ്പിക്കാമെന്ന്. സോ ആ കീ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും. എൽബോഫിലുള്ള മറ്റ് ജയൻസ് ഈ കാര്യം അറിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല. റോഡോയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. ഓ നോ, ഇത്ര ഫ്രാങ്ക് ആയിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്ന് അവനാണെങ്കിൽ ഇപ്പോ ലൂഫിയോട് പറയും. അതേസമയം വ്യാക്കാണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. ഓ, നിന്റെ പ്ലാൻ അവനെ മോചിപ്പിക്കാനാണോ? സത്യത്തിൽ എനിക്ക് ആ കീ എവിടെയാണെന്ന് അറിയില്ല. അത് കേട്ട് ലൂഫി ആണെങ്കിൽ അല്പം ഒന്ന് നിരാശനാവുമെങ്കിലും സിമ്പിളായിട്ട് പറയും, ഓക്കെ എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം അത് മറന്നു കളഞ്ഞേക്ക്. അതിരിക്കട്ടെ, ശരിക്കും നീ ആ ലോക്കയെ ഇവിടെ നിന്ന് മോചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് ആള് ചിരിക്കാനായിട്ട് തുടങ്ങും. നാവിക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഓൾറെഡി ലൂഫിക്ക് അരപ്പിരി പോയതാണ്. ഇപ്പൊ കണ്ടുമുട്ടിയ യാക്കിനാണെങ്കിൽ ഒരു പിരി പോലും ഇല്ലാന്നുള്ള കാര്യം അപ്പോഴായിരിക്കും അവൾ മനസ്സിലാക്കുക. യാക്ക് ചിരിച്ചുകൊണ്ട് പറയും, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നാമിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് കൺട്രോൾ പോവും. ഓ നോ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ ഞങ്ങൾക്ക് തന്നൂടെ? ഓൾറെഡി ഈ ലൂഫിയുടെ വിഡ്ഢിത്തരം കൊണ്ട് ഞങ്ങൾ ഭയന്ന് നിൽക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങളും ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ? ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ എന്നൊക്കെ ചോദിച്ച് അവളാണെങ്കിൽ ഇപ്പൊ അപ്പാപ്പനോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പാപ്പനാണെങ്കിൽ അവളുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ ഭയം കൂടി വരികയാണ്. ആ അപ്പാപ്പനാണെങ്കിൽ വാനോ കിണ്ണത്തിലുള്ളതുപോലെ വലിയ സ്റ്റൈലൊക്കെ കൊടുത്ത് ഇപ്പൊ നാമിയോട് പറയും, യങ് ലേഡി, നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നീ വളരെ ടെററാണെന്ന്. പക്ഷേ സീക്രട്ട് എപ്പോഴും സീക്രട്ടായി ഇരുന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇതുപോലുള്ള അഡ്വഞ്ചറിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുക. അതിനുശേഷം യാക്കാണെങ്കിൽ അല്പം സീരിയസ് ആയിട്ട് ലോഫിക്ക് നേരെ തിരിയും. നീ ലോക്കെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും പഴയതിനെ കഴിഞ്ഞ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും? അത് കേട്ട് ലൂഫി ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ഞാൻ ഒന്നും ചെയ്യില്ല. അവനെ പിടിച്ചു വലിച്ച് അറഞ്ഞും പൊറഞ്ഞും തല്ലി ഒരു ഭാഗത്തിടും. എന്നിട്ട് അതേ ചെയിൻ വെച്ച് തന്നെ അവനെ വീണ്ടും ഞാൻ ലോക്ക് ചെയ്യും. അപ്പാപ്പനാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. നീ എന്തറിഞ്ഞിട്ടാണ് ഇതുപോലെ സംസാരിക്കുന്നത്? ഇതിനു മുൻപ് അവനെ തടഞ്ഞതും പിടിച്ചു വെച്ചതുമായിട്ടുള്ള ഒരേ ഒരാൾ അത് ഷാങ്സ് മാത്രമാണ്. ഷാങ്സിനെ കൊണ്ട് മാത്രമാണ് ലോക്കയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഇൻ കേസ് നിനക്കതിന് സാധിച്ചാൽ പോലും അതിലൂടെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതായിരിക്കും. ഈ എൽബോഫിന് വീണ്ടും താങ്ങാൻ കഴിയാത്ത അത്രയും പ്രശ്നങ്ങളും അതുപോലെ തന്നെ തകർച്ചകളും അതിലൂടെ സംഭവിച്ചേക്കാം. ഇൻ കേസ് നിനക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വലിയൊരു ദുരന്തം കൂടെ ആയി മാറിയേക്കാം. ഈ എൽബോഫിന് പൂർണ്ണമായിട്ടും ചിലപ്പോൾ അവന്റെ ദേഷ്യത്തിൽ അവൻ നശിപ്പിക്കും. സോ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് മനസ്സിലാക്കിയും വേണം നിങ്ങളത് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെയും അതുപോലെ തന്നെ സോറയും നോക്കും. അവർ രണ്ടുപേരും ആ കാര്യങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ക്യാഷ്വലായിട്ട് സംസാരിച്ച് കീ അന്വേഷിച്ച് വീണ്ടും അങ്ങനെ കടന്നു പോവാണ്. നാമിയാണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ ഇദ്ദേഹത്തിന് കൊടുത്തൂടെ? അദ്ദേഹത്തിന് മുടി നരച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. ആള് പറയുന്ന കാര്യം അത്രയേറെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ വീണ്ടും ആ കീ അന്വേഷിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ട നാമിയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ ട്രഷർ അന്വേഷിച്ച് പോവാമെന്ന് പറഞ്ഞ് അവൾ നടന്നു പോവാണ്. റോഡോ പയ്യനാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തോട് ക്ഷമ പറയും. നാമിയാണെങ്കിൽ ഇപ്പോൾ ലൂഫിയോടും സോറോയോടും പറയും, നമുക്ക് അദ്ദേഹം പറയുന്ന അഡ്വൈസ് കൂടെ കേൾക്കാമായിരുന്നു. ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ യാക്കപ്പാപ്പനെ തന്നെ കാണിക്കും. ആളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇദ്ദേഹവും കോൾ ഡി റോജറിന്റെ കപ്പലുണ്ടായിരുന്ന ഒരു കമാൻഡറാണ്. കോൾ ഡി റോജറിന്റെ വലങ്കൈ. സോ ലൂഫിയുടെ ധൈര്യവും അവന്റെ ലക്ഷ്യമൊക്കെ കണ്ട് അങ്ങനെ ആൾ അവനെ തന്നെ നോക്കും.
ഇതുപോലെ തന്നെയാണ് അദ്ദേഹം പണ്ട് കോൾഡി റോജറിനെയും അഡ്വൈസ് ചെയ്തുകൊണ്ടേയിരുന്നത്. എടുത്തുചാടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന കോൾഡി റോജറിന് ഇത്തരത്തിൽ അഡ്വൈസ് കൊടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങളിങ്ങനെ ചാടിക്കയറി ഓരോന്നും ചെയ്യാനായിട്ട് പാടില്ല. അത് കേട്ട് കൺട്രോൾ പോയ കോൾഡി റോജറാണെങ്കിൽ ആൾക്ക് നേരെ വരും. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് റോജറാണെങ്കിൽ വാശി പിടിച്ച് ആളുടെ തലയിൽ ആഞ്ഞെട്ടിക്കും. ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് യാക്കാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ റോഡോയോട് ആ ഒരു സിംഹാസനം അത് തള്ളിവിടാനായിട്ട് പറയാണ്. റോഡോയ്ക്കാണെങ്കിൽ എന്തിനാണെന്ന് മനസ്സിലാവില്ല. കട്ട് ചെയ്ത ഇവിടെ ആ ജയൻസ് ആണെങ്കിൽ പാട്ട് നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ കോൾഡി റോജറിന്റെ കഥ പറയാണ്. കോൾഡി റോജറിന് പ്രധാനമായിട്ട് രണ്ട് അസിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആള് റെയ്ലിയാണ്. അത് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. റെയ്ലിയോടൊപ്പം നമ്മുടെ സ്ട്രോഹാൻ ലൂഫി ട്രെയിനിങ് എടുത്ത കാര്യമൊക്കെ ഉസോപ്പ് കാര്യമായിട്ട് ഇപ്പോൾ അവരോട് പറയും. അപ്പോഴായിരിക്കും രണ്ടാമത്തെ അസിസ്റ്റന്റിനെ കുറിച്ച് അവർ ഉസോപ്പിനോടും ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരോടും പറയുക. വർഷങ്ങൾക്ക് മുൻപ് റോജർ ഡീപ്പ് മൗണ്ടെയിനിലുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് തേടിക്കൊണ്ടിരുന്ന ആ സമയത്താണ് അവരുടെ എതിരാളികളായിട്ടുള്ള മറ്റൊരു പൈററ്റ് ടീം അവരെ വളഞ്ഞത്. 100 കണക്കിന് പൈററ്റ്സ് അവിടെ റൗണ്ട് ചെയ്ത് റോജറിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിന്റെ വലങ്കൈ യാക്ക് അവൻ പുറത്തേക്ക് വന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിന്നു. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ ആ സ്റ്റോറി കേട്ട് ഒരുപാട് ഭയം തോന്നും. ആളൊറ്റയ്ക്ക് അത്രയും പൈററ്റ്സിനെ നേരിടാൻ പുറത്തേക്ക് ഇറങ്ങി വന്നോ? അതിന് ജയൻസ് പറയും, അതെ, 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചുറ്റും മുഴുവൻ ചോരക്കളവായി മാറി. കോൾഡി റോജറിന്റെ വലങ്കായായിട്ടുള്ള യാക്ക് ഒറ്റയടിക്ക് അവരെ എല്ലാവരെയും ഇല്ലാതാക്കി. അവിടെ മുഴുവൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന പൈററ്റ്സുകളുടെ ഡെഡ് ബോഡി മാത്രമായിരുന്നു. അത് കേട്ട് നമ്മുടെ ഉസോപ്പ് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഷോക്കാവും. വെറും 2 ആക്സ് ഉപയോഗിച്ച് മാത്രമാണ് അദ്ദേഹം അവരെ എല്ലാവരെയും വെട്ടി വീഴ്ത്തിയത്. ആ ഒരു ഫൈറ്റിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മല തന്നെ ആളങ്ങനെ വെട്ടി എറിഞ്ഞുവെന്നാണ് സ്റ്റോറി. ഉസോപ്പിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ പറയുന്നതിലും വലിയ തള്ളാണോ ഇവർ പറയുന്നതെന്ന് അവൻ ഒരു സെക്കൻഡ് ആലോചിക്കും. അവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പൈററ്റ് കിങ്ങിന്റെ ലെഫ്റ്റ് ആം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു മലയടക്കം അദ്ദേഹം കടിച്ചു പറിച്ച് തിന്നിട്ടുണ്ട്. പക്ഷെ ജിംബൈ ആണെങ്കിൽ ഓൾറെഡി ഈ സ്റ്റോറി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം യാക്കിനെ കാണുക എന്നതാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ യോക്ക് അപ്പാപ്പനെ കണ്ടിട്ടും യാതൊരു മൈൻഡും വിലയും കൊടുക്കാതെ അങ്ങനെ ആ ഒരു മാൻഷന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാമിക്കും ലൂഫിക്കും ആണെങ്കിൽ അവരുടെ എക്സൈറ്റ്മെന്റ് അതങ്ങനെ കൂടി കൂടി വരും. താഴെ ഒരുപാട് പ്രഷർ ഉണ്ടാവുമെന്ന് കരുതിയാണ് അവരിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. റോഡോയ്ക്കാണെങ്കിൽ ഭയം കൂടും. യാക്ക് പോലും പോവാൻ ഭയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ താഴെ എത്തി കഴിയുമ്പോഴായിരിക്കും അവിടെയെല്ലാം നിധികളടങ്ങിയ ഒരുപാട് പെട്ടികൾ അവർ കാണുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിധികളില്ല. ആ ട്രഷർ എല്ലാം തന്നെ ആരും അടിച്ചു മാറ്റി. നാമിക്കാണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. ഉടനെ യാക്കും അവരുടെ പിന്നാലെ അവിടേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളല്ലേ പറഞ്ഞത് ഈ കാസ്റ്റിലേക്ക് അങ്ങനെ ആരും വരില്ല, ഇവിടേക്ക് കയറാൻ എല്ലാവർക്കും ഭയമാണെന്ന്. അതിന് യാക്ക് പറയും, അതെ, പക്ഷെ ഒരുപാട് പേര് ഇവിടേക്ക് വന്ന് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി എന്നതാണ് അതിൻ്റെ സത്യം. നിങ്ങൾ ആ കാണുന്ന കീ അത് ശ്രദ്ധിച്ചോ? ലൂഫി, നീ അന്വേഷിക്കുന്ന കീ അതത് തന്നെയാണ്. പക്ഷേ കള്ളന്മാരും വില്ലന്മാരും പോലും ആ ഒരു താക്കോൽ എടുക്കാനോ ലോക്കിയെ മോചിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. കാരണം അവർക്കറിയാം ലോക്കി അത്രയധികം ബാഡ് ആയിട്ടുള്ള ആളാണെന്ന്. സോ ലൂഫി, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിച്ച് ഈ കീ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അത്രയും നേരവും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് അത് ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആവുമെന്ന് അവരാരും കരുതിയതല്ല. ആള് ക്യാപ്പൊക്കെ അഴിച്ചു വെച്ച് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ജയൻസ് ആണെങ്കിൽ ഉസോപ്പിനോടും ടീമിനോട് പറയും, ആ യാക്ക് 20 വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഉസോപ്പിനാണെങ്കിൽ അവന്റെ എക്സൈറ്റ്മെന്റ് കൂടും. ആ മല വിഴുങ്ങി യാക്ക് ഇവിടെ ഉണ്ടെന്നോ, എത്രയും പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞ് അവന്റെ എക്സൈറ്റ്മെന്റ് കൂട്ടും. കട്ട് ചെയ്ത ഇവിടെ യാക്കാണെങ്കിൽ ആ കീ അങ്ങനെ കറക്കി കറക്കി, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഈ കീ നിങ്ങൾ എടുക്കാനായിട്ട് പറയും. അത് കേട്ട് അവനങ്ങനെ ലൂഫിയും ടീമും അങ്ങനെ അദ്ദേഹത്തെ തന്നെ തുറപ്പിച്ച് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.